നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലേക്ക് പോകുന്ന ചെറുതോണി എന്ന സ്ഥലത്താണ്. ഇപ്പോൾ 2018 വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ കേരളത്തിൽ മൊത്തം. അപ്പോൾ ആ സമയത്ത് വെള്ളം കവിഞ്ഞൊഴുകിയ ഒരു പാലം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ന്യൂസിൽ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാലമൊക്കെ ഇപ്പോൾ വന്നിട്ട് പുതിയതായിട്ട് പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിൽ നമുക്കൊന്ന് നടന്നു പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ഈ വെള്ളം കര കഴിഞ്ഞൊഴുകിയ ഈ ഒരു പുഴ. കുളത്തിൻ്റെ മേളിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു പാലമാണിത്. അങ്ങോട്ട് പോയി നോക്കാം. നമ്മളിപ്പോൾ ഈ പാലത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നടക്കുന്നത് കാണാം. വെള്ളമൊക്കെ അധികം ഇല്ല. ഇപ്പോൾ മഴേൻ്റെ സീസൺ കഴിഞ്ഞ് കാരണം വെള്ളം അധികം ഇല്ല, കുറച്ചുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ കഴിക്കാം. നമുക്ക് നല്ല ഒഴുക്കുണ്ട് ഇപ്പം. നമ്മളിപ്പോൾ ഇടുക്കി ഡാമിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ നമുക്ക് ഫോണിൻ്റെ ഇലക്ട്രോണിക് അഡ്രസ്സിൻ്റെ ഇതുള്ളൂ. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റില്ല, നമ്മുടെ വണ്ടിയിൽ തന്നെ വെക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഒക്കെ ഇവിടെ കാണിക്കാം. വേണമെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ഇവിടെ തന്നെ എടുക്കാൻ പറ്റും, QR കോഡ് സ്കാൻ ചെയ്ത്. എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഇവിടെ ഇതിൽ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഒക്കെ കണ്ട് കയറി വന്നേക്കുവാണ്. ഇപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹിൽ വ്യൂ പാർക്ക്, ഒരു അഡ്വഞ്ചറസ് സോൺ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോൾ ഡാമിൻ്റെ അടുത്ത് തന്നെ ഒരു ഗസ്റ്റ് ഹൗസും ഉണ്ട്. കുറച്ച് മാറി ഒരു റെസ്റ്റ് ഹൗസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡാം കാണാൻ വരുവാണെങ്കിൽ നമുക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹിൽ വ്യൂ പാർക്കിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻട്രൻസ് നമുക്ക് കയറി നോക്കാം. ഇനി മേളിലേക്ക് പോവുകയാണെങ്കിൽ മെയിനായിട്ട് എൻ്റെ ചെടികൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഹിൽ വ്യൂ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഇതിൻ്റെ എൻട്രൻസ്. ഇതിപ്പോൾ കയറാൻ വേണ്ടിയിട്ട് എൻട്രി പാസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തിട്ട് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. നല്ല കയറ്റമുണ്ട് ഗൈസ്. ഇങ്ങോട്ട് എൻട്രൻസിലേക്ക് എത്താൻ നല്ല കയറ്റം ഉണ്ടായിരുന്നു. ഒരു ഹില്ലായതുകൊണ്ടേ കുറേ ഇത് ഫുള്ള് കാണണമെങ്കിൽ നന്നായിട്ട് കയറണം. ഇത് സ്ലോപ്പൊക്കെ കയറണം. ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ ഇപ്പോൾ കുറേ ആൾക്കാർ വന്നുള്ള ഏരിയ ആണെങ്കിലും നന്നായിട്ടാണ് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ടാണ് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വ്യൂ പോയിൻ്റ് ഒന്ന് നോക്കാം.
ആ സൂപ്പറാണ് ഗൈസ്. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഡാം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡാം. ഇവിടെ ഇപ്പോൾ NPOLൻ്റെയും ഈ നേവീൻ്റെ ഒക്കെ ബോട്ട്സാണ് നമ്മളവിടെ കാണുന്നത്. ഈ വ്യൂ പോയിന്റ് സൂപ്പറാണ് ഗൈസ്. നല്ല റിയലായിട്ട് കാണുമ്പോൾ നല്ലൊരു ഇതായിട്ടുണ്ട്. ആ മലകളൊക്കെ സൂര്യൻ്റെ വെളിച്ചം വെച്ചിട്ടേ തിളങ്ങി നിൽക്കുന്നത് കാണാം. നമുക്ക് റിയലായിട്ട് കാണുവാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിയാണ് അത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് വ്യൂ പോയിൻ്റൊക്കെ കണ്ടു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ സിപ്പ് ലൈനിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ടെന്ന് അവിടെ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞു. അപ്പം നമ്മൾ സിപ്പ് ലൈനിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അത് പോയി കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ഈ പാർക്കിൻ്റെ അടുത്തും ഈ സിപ്പ് ലൈനിൽ അതിനൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെ നോർമലായിട്ടുള്ള പാർക്കുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. നല്ല വെളിച്ചമുണ്ട് ഗൈസ്. ഇതൊക്കെ ഭയങ്കര കണ്ണൊക്കെ ഇതാണ്. അവിടെയാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കുള്ളത്. പിന്നെ ഇവിടെ സിപ്പ് ലൈനും ഈ സൈക്കിളിൽ കൂടെ പോകണില്ലേ കമ്പിയിൽ, അതുണ്ട്. പിന്നെ നടന്നു പോകണതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ സിപ്പ് ലൈൻ ചെയ്യാനാണ് നോക്കുന്നത്. സിപ്പ് ലൈൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ തിരിച്ചിതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടിട്ട് സിപ്പ് ലൈൻ കൂടെ കയറാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വാച്ച് ടവറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറാൻ ഉദ്ദേശിക്കുന്നത്. സിപ്പ് ലൈൻ ആണെങ്കിൽ നമ്മൾ താഴേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇത് തിരിച്ച് കയറാൻ പറ്റില്ല, നടന്ന് തന്നെ കയറേണ്ടി വരും. ഫസ്റ്റ് നമ്മൾ വാച്ച് ടവറും ബാക്കിയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ സിപ്പ് ലൈനിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് മേളിലേക്ക് നമുക്ക് ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് സിപ്പ് ലൈനിലേക്ക് പോകുന്നത്. നമുക്ക് വാച്ച് ടവറിലേക്ക് പോവാം. ഏകദേശം ഒരു 50 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി വാച്ച് ടവറിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ചുന്നൊരു വീഡിയോ കാണിക്കാം. ഇവിടെ താഴത്ത് തന്നെ നല്ല വ്യൂ ആണ് ഗൈസ്. മേളിലേക്ക് കയറാം. ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ഈ വാച്ച് ടവറിൻ്റെ മേളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ വ്യൂ ആണ് ഗൈസ്. നമ്മൾ സാധാരണ കണ്ടതിനേക്കാളിലൊക്കെ സൂപ്പർ വ്യൂ ആണ്. ഞങ്ങൾക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. റിയലായിട്ടൊന്നും ആകുമ്പോഴേക്ക് നല്ലൊരു സൂപ്പർ വ്യൂ ആണ് ഗൈസ്. ഈ ആകാശവും മലയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ അടുത്ത് തന്നെ പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതൊരു വേറെ സൈഡിലത്തെ വ്യൂ ആണ് ഗൈസ്. ഇവിടെ എനിക്ക് ഏറ്റവും മെയിനായിട്ട് തോന്നിയത്, നിങ്ങൾ എൻ്റെ ആ കാണാൻ പറ്റുന്നത് ക്ലിയർ ആണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ ആ റിയൽ കാണുമ്പോഴേക്കും ആ ഒരു മല കണ്ടോ, അവിടുത്തെ പച്ചപ്പ് സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോഴേക്കും നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. അതാണ് വ്യൂവിലെ ഏറ്റവും എനിക്ക് സൂപ്പറായിട്ട് തോന്നിയത്. വാച്ച് ടവറിലുള്ള വ്യൂ സൂപ്പറാണ് ഗൈസ്. ഗൈസ്, ഇപ്പോൾ നമ്മളിപ്പോൾ കാൽവരി മൗണ്ടൻ്റെ കുറച്ച് മേളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ട ഒരു വ്യൂ ഉണ്ട് ഗൈസ്. സൂപ്പർ വ്യൂ ഗൈസ്, സൂപ്പർ വ്യൂ. നിങ്ങൾ നേരിട്ട് ശരിക്കും വന്ന് കാണണം ഗൈസ്. എനിക്ക് ഭയങ്കര ക്ലിയർ കാണാൻ പറ്റണോ അറിയാൻ പാടില്ല. കാരണം ഇപ്പം മഴ പെയ്യാൻ വന്ന കാരണേ നല്ല സൂപ്പർ വ്യൂ ആണ്. നിങ്ങൾ എന്തായാലും എന്നെ കാണണം ഗൈസ്. പൊളി വ്യൂ ആണ് ഗൈസ്.